ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സിനിമ ആദ്യ വീക്കെൻഡിൽ തന്നെ 60 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിക്കപ്പെട്ടതാണല്ലോ. ഇപ്പോഴത്തെ 18 കോടിയാണ് ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ എന്നും 64 കോടിയാണ് സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വൻകിടു ബോക്സ് ഓഫീസ് കളക്ഷനാണ് സിനിമ ആദ്യ വീക്കെൻഡിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനിടയിൽ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച ദിവസമായി ഇന്ന് സിനിമ കേരളത്തിലൊരു വൻകിടു കേരള പ്രീസെയിൽ കളക്ഷൻ ആണല്ലോ നേടിയെടുത്തത്. 4,33,00,000 എന്നൊരു പ്രീസെയിലായിരുന്നു സിനിമ നേടിയെടുത്തത്. എന്നാൽ അതേസമയം ആദ്യ തിങ്കളാഴ്ച ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള പ്രീസെയിൽ നേടിയെടുത്ത സിനിമ അതിനിവിന്റെ പേരിലല്ല, മറിച്ച് ലാലേട്ടന്റെ പേരിലാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ പേരിലാണത്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് 7,51,00,000 ആദ്യ തിങ്കളാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ. അപ്പോൾ എമ്പുരാനാണ് ഇപ്പോഴും ആദ്യ തിങ്കളാഴ്ച പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. 3ാം സ്ഥാനത്തുള്ള തുടരും എന്ന മറ്റൊരു ലാലേട്ടൻ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച കേരള പ്രീസെയിലാണ് ഇപ്പോഴത്തെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് മറികടന്നിരിക്കുന്നത്. 4,18,00,000 രൂപയായിരുന്നു തുടരും സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച കേരള പ്രീസെയിൽ. ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റേത് അത് 4,33,00,000 രൂപയാണ്. ഒട്ടനേകം നല്ല സീൻസ് ഉള്ള മികച്ച ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണല്ലോ നിവിന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ പല സിനിമയിലെ പ്രധാനപ്പെട്ട സീൻസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലെല്ലാം തന്നെ റീൽസിലെല്ലാം തന്നെ വരുന്ന ഒരു കാഴ്ച നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇപ്പോഴത്തെ അതിനെതിരെ പോസ്റ്റുമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ മനസ്സിലാക്കുന്നു, എന്നിരുന്നാലും സിനിമ കാണാനിരിക്കുന്ന മറ്റുള്ളവരുടെ ആസ്വാദനത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ തിയേറ്ററിൽ നിന്നുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ദയവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമയുടെ സർപ്രൈസുകൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ആസ്വദിക്കട്ടെ എന്നാണ് ഭാവന സ്റ്റുഡിയോസ് പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പോസ്റ്റ്. അപ്പോൾ സിനിമ തിയേറ്ററുകളുടെ വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള സ്പോയിലർ കണ്ടന്റ്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.